ശ്രീ മനുപ്രസാദ്, BJPക്ക് ഒരു സുവർണാവസരമായിരുന്നു ശബരിമല. അതുപോലെ ഒരു സുവർണാവസരം വീണ്ടും ഒരുങ്ങി വരുന്നു എന്നതാണോ മനസ്സിലാകുന്നത്? വിശ്വാസം സംരക്ഷിക്കാൻ നിലപാടെടുക്കുമെന്നത് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിരിക്കുന്നു. മനുപ്രസാദ് കേൾക്കാമോ? ഹലോ. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞു. ഓക്കെ. പുതിയത് എന്തെങ്കിലും പറയുന്ന മാനസികാവസ്ഥയിലാണ് അങ്ങ് ഇത് പറയുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവം അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രസ്ഥാനം ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ആശങ്ക മറ്റൊന്നു തരത്തിലാണ്. ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സമൂഹത്തിൽ കലാപാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തങ്ങൾക്ക് വോട്ട് ബാങ്ക് ആക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇവർ രണ്ടുപേരും കാലാകാലങ്ങളായി അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പലതരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ കോടതിക്ക് ചില ഇടപെടലുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ശബരിമലയിൽ നടക്കുന്നത് ഇപ്പോഴും അവിടുത്തെ യുവതികളെ കയറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തോടുള്ള വിയോജിപ്പല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെ ആചാരപരമായ വിശ്വാസപരമായ ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ശബരിമലയിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തില്ല. ശബരിമലയിൽ കയറിയില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമാവാനുള്ള സാഹചര്യമോ സാധ്യതയോ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല. ആരുടെയും മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനാപരമായി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ട് നിലനിൽക്കുന്നില്ല. ശബരിമല ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി അവിടെ അനുവർത്തിച്ചു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. വിശ്വാസ സംരക്ഷണം ഇന്ത്യൻ ഭരണഘടന തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ വിശ്വാസികളോടൊപ്പം നിലനിൽക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ നിർവഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ വിധിയാണ് വന്നത്. അതിൽ വനിതാ ജഡ്ജി മാത്രമാണ് ഒരു വ്യത്യസ്തമായ വിധി പ്രഖ്യാപനം നടത്തിയത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള സമര പരമ്പരകൾക്കും ഒക്കെ തുടക്കമിട്ട കേസാണ്. ഇനി ഇതിൽ വിശദമായ പരിശോധനകളാണ് നടക്കാൻ പോകുന്നതെന്ന് വേണമോ മനസ്സിലാക്കാൻ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, പല മതങ്ങളിലെ പല വിശ്വാസക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ ചർച്ച നടക്കുമ്പോൾ അതിലൊരു തീരുമാനം അത് വളരെ വേഗത്തിലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഏത് ഘട്ടത്തിലായിരിക്കും സർക്കാരിന്റെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരിക? സർക്കാരിന് നാണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ എന്തെങ്കിലും സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കോടതിയിൽ വ്യക്തമാക്കേണ്ടതാണ്. കോടതി പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡല്ല. നേരത്തെ ഇവിടെ സംസാരിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യം ആചാര സംരക്ഷണം. എല്ലാവർക്കും ആചാരം ലംഘിച്ച ഒരാളുടെ പേര് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവാണ്. മഹാത്മാഗാന്ധി ചില ആചാരങ്ങൾ ലംഘിക്കാനായിട്ട് പദയാത്ര നടത്തിയിട്ടുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 17 ഇപ്പോൾ ഒരു ഒഫൻസാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുകയാണ് പാർട്ട് 3. ഈ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ മറന്നു പോകുന്നൊരു കാര്യം സാധാരണ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 25 ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 മലയാളത്തിലും വായിക്കാം. ആർട്ടിക്കിൾ 25 ഞാനൊന്ന് വെറുതെ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നാമത്തെ സബ് ക്ലോസ്, സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂർ പാട്ട്, അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് അശ്ലീലമാണെങ്കിൽ നിരോധിക്കാൻ പറ്റും, കാരണം ഇത് മതസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 25 പറയുന്നത് പബ്ലിക് ഓർഡറും മൊറാലിറ്റിയൊക്കെ ഉണ്ട്. ഭരണഘടനാപരമായ ധാർമ്മികത അതില്ലെങ്കിൽ അത് നിഷേധിക്കാം. ഹെൽത്ത്, എൻ്റെ കുട്ടിക്ക് വാക്സിൻ എടുക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നൊരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് സ്റ്റേറ്റിന് ഇടപെടാം. കാരണം ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് കുട്ടിക്ക് ഞാൻ വാക്സിൻ എടുക്കില്ല എന്ന് പറയുന്ന ഒരു അവകാശമില്ല. കാരണം ബാക്കി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനയിൽ. ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമായിട്ടൊരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം പാടില്ല. ആൻഡ് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്, അതായത് ആർട്ടിക്കിൾ 25 പറയുവാണ് തുല്യത, ആർട്ടിക്കിൾ 14 തുല്യത, ആർട്ടിക്കിൾ 15 സ്ത്രീ വിരുദ്ധത പാടില്ല എന്ന് പറയുന്നു, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പാടില്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം വിധേയമായിട്ട് മാത്രമേ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയൂ.
all persons are equally entitled to freedom of conscience and the right freely to profess, practice and propagate religion. All persons എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടും. സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസം അവിടെ പോകുക എന്നുള്ളതാണെങ്കിൽ വിശ്വസിക്കാനും ഹിന്ദു ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഫ്രീ ആയിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അടുത്ത സബ് ക്ലോസ് 2 പറയുന്നത് nothing in this article shall affect the operation of any existing law or prevent the state from making any law. സ്റ്റേറ്റിനൊരു നിയമം ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? regulating or restricting any economic, financial, political or other secular activity which may be associated with religious practice. ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സെക്കുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ളതോ എക്കണോമിക്കലായിട്ടുള്ള, അതായത് ഞങ്ങളുടെ മഠം നിങ്ങൾക്ക് ടാക്സ് തരില്ല എന്ന് ഒരു മതസ്ഥാപനത്തിന് ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല. അടുത്തത് ബിയിൽ പറയുന്നത് പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം ഓർ ത്രോയിങ് ഓപ്പൺ ഓഫ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ പബ്ലിക് ക്യാരക്ടർ. അത് ശബരിമല അങ്ങനെയാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് ഇതൊരു ഹിന്ദു ആരാധനാലയമാണ്, പബ്ലിക് ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരു ഒരു കുടുംബ ക്ഷേത്രമല്ല. കുടുംബക്ഷേത്രമാണ് ഈ പറയുന്ന ന്യായം നിൽക്കുമായിരിക്കും. ഒരു പക്ഷേ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളെ കുടുംബത്തിലുള്ളവർ മാത്രമേ കയറൂ എന്ന് പറയാം. ഇതങ്ങനെയല്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന് അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അത് പബ്ലിക്കായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ്. ഹിന്ദു ആരാധനാലയമാണ്. ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇത്രയും വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അബ്സല്യൂട്ടായിട്ടൊരു റൈറ്റ് ഇല്ല. സ്റ്റേറ്റിന് അത് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് റിഫർമേഷൻ പറ്റും. സെക്കുലർ അത് ഈ പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ആർട്ടിക്കിൾ 25(2)(b) പറയുവാണ് സോഷ്യൽ വെൽഫെയറോ റിഫർമേഷൻ, അതായത് പുതുതായിട്ടുള്ള പഴയകാല മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പുതിയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവൊക്കെ സ്വപ്നം കണ്ട ആധുനിക മാനവിക മൂല്യങ്ങൾക്കനുസൃതമായിട്ടുള്ള നിയമം നിർമ്മിക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് ഭരണഘടനാപരമായിട്ട്. അങ്ങനെയുള്ള ഒരു ഭരണഘടന ഉള്ളപ്പോഴാണ് ഇതിനകത്ത് വളരെ വിചിത്രമായിട്ട് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല. സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല, കോടതി എടുക്കട്ടെ എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പമല്ല, തുല്യതയ്ക്കൊപ്പമല്ല. ഇവിടെ കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ടാകുന്ന ഇതിനെ ഹെക്ലേഴ്സ് വീറ്റോ എന്ന് പറയും. അതായത് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നതിന് സാങ്കല്പികമാണ്. വോട്ട് പോകുമെന്നുള്ള ഒരു പേടിയാണ്, ഭീതിയാണ്. അത് ശരിയല്ല. ഒരു കറക്റ്റായിട്ടൊരു പ്രിൻസിപ്പിൾഡ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയാണ്. ഞങ്ങൾ പൗരാവകാശത്തിനൊപ്പമാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കും. അതിന് പകരം ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഗവൺമെൻറ് പറയുകയാണ്, കണ്ടില്ലേ ജനങ്ങൾ ഇളകുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.